നമസ്കാരം. കഴിഞ്ഞ നിരവധി വീഡിയോകളിലായി നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ NIT-കളിൽ ഈ വർഷം അഡ്മിഷൻ നേടിയ ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികളെ. നമുക്കറിയാം 500ഓളം വിദ്യാർത്ഥികളാണ് ഈ വർഷം മാത്രം നമ്മുടെ NIT-കളിലേക്ക് ബ്രില്യൻറ്റിലൂടെ കടന്നു ചെന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും അതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് വിവിധ NIT-കൾ കൂടി പരിശോധിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ NIT കാലിക്കറ്റിൽ കഴിഞ്ഞ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടാതെ പോയ വിദ്യാർത്ഥികളെയാണ് ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആദിത് ER ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിനാണ് NIT കാലിക്കറ്റിൽ അഡ്മിഷൻ നേടിയിരിക്കുന്നത്. അടുത്തായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് NIT പുതുച്ചേരിയിൽ ഈ വർഷം അഡ്മിഷൻ നേടിയ ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികളെയാണ്. തേജൽ ജ്യോതിഷ് സിവിൽ എഞ്ചിനീയറിംഗ്, മുഹമ്മദ് റാസിൻ റഫീഖ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, പ്രാർത്ഥന ഉണ്ണികൃഷ്ണൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കിരൺ PP ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അഞ്ജലി വിനോദ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇർഫാൻ അസ്ലാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അടുത്തായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് NIT ഗോവയിൽ ഈ വർഷം അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളെയാണ്. കാർത്തിക് സുരേഷ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, നിവേദ് B ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, വഫ PT ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, നിവേദ് T ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ആദിത്യ M മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അടുത്തതായി NIT ആന്ധ്രാപ്രദേശിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സനിൻ മുഹമ്മദ് കെമിക്കൽ എഞ്ചിനീയറിംഗ്, സൗപർണിക R കൃഷ്ണ കെമിക്കൽ എഞ്ചിനീയറിംഗ്, ദേവിക നമ്പ്യാർ സിവിൽ എഞ്ചിനീയറിംഗ്, ശ്രീരാഗ് രാജീവൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അദ്വൈത് രജനി കൃഷ്ണൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അടുത്തതായി ജലന്ധറിലെ ഡോക്ടർ BR അംബേദ്കർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അമൽ S ബാബു ബയോടെക്നോളജി, അഭിവൃത്ത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഫഹദ് മിയാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, നന്ദന പ്രദീപ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. അടുത്തതായി മൗലാന ആസാദ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഭോപ്പാലിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളെ പരിചയപ്പെടാം. അഭിരാമി മനോജ് ആർക്കിടെക്ചർ BArch, സൂര്യകിരൺ GS BArch ആർക്കിടെക്ചർ, അഹിൻ രാജ് SR ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ശ്രീരാം ശശിധരൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. അടുത്തായി സർദാർ വല്ലഭായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സൂറത്തിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നേഹ S ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ശ്രീരാഗ് KO ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഹർഷ് വാസുദേവ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പവിത്ര GS മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അടുത്തായി വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നാഗ്പൂരിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളാണ്. ഋഷി K പ്രദീപ് കെമിക്കൽ എഞ്ചിനീയറിംഗ്, നിഖിൽ വിജയ് കെമിക്കൽ എഞ്ചിനീയറിംഗ്, അജിതേഷ് ചന്ദ്രൻ നായർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മൈഥിലി S നായർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അടുത്തായി NIT റൂർക്കലയിൽ ഈ വർഷം അഡ്മിഷൻ നേടിയ ഒരു വിദ്യാർത്ഥിയാണ്, കഴിഞ്ഞ ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയതാണ്. അവന്തിക ജയകൃഷ്ണൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്. ഇനി നമുക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റായ്പൂരിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളെ പരിചയപ്പെടാം. ഫാത്തിമ ഹന K മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അൽ യാമിൻ ബിൻ ഹാരിസ് മൈനിങ് എഞ്ചിനീയറിംഗ്. അടുത്തായി NIT പാട്നയിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളാണ്. ഏഞ്ചൽ റോസ് കെന്നി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇനായത് ഇല്യാസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, നന്ദന S കളപ്പുരയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അടുത്തായി NIT അഗർത്തലയിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളാണ്. അഞ്ജല ഷെറിൻ PC ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, സാവിത്രി V മംഗളം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ആദിത് വിനോദ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അടുത്തതായി മോട്ടിലാൽ നെഹ്റു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അലഹബാദിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളെയാണ്. ശ്രീനന്ദ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, നമിത പ്രദീപ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അടുത്തതായി NIT ഡൽഹിയിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളെ പരിചയപ്പെടാം. മാധവ് സന്തോഷ് കുമാർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഹാഷിം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അടുത്തായി NIT ദുർഗാപൂരിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളെ പരിചയപ്പെടാം. നന്ദകൃഷ്ണൻ A ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അദ്വൈത് സന്തോഷ് മെറ്റലർജിക്കൽ ആൻഡ് മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ്. അടുത്തായി NIT കുരുക്ഷേത്രയിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളെയാണ്. ആനന്ദ് ജേക്കബ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കിരൺ V ജ്യോതി സസ്റ്റൈനബിൾ എനർജി ടെക്നോളജീസ്. അടുത്തായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി ഷിപ്പൂരിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥിയാണ്. ഐസ നിതാര SG ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അടുത്തത് മാളവിയ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ജയ്പൂരിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥിയാണ് അഷ്കർ മുഹമ്മദ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിനാണ് അഡ്മിഷൻ നേടിയിരിക്കുന്നത്. അടുത്തായി അനന്തകൃഷ്ണൻ K NIT ഹാമിർപൂരിലാണ് അഡ്മിഷൻ നേടിയിരിക്കുന്നത്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനാണ്. അടുത്ത വിദ്യാർത്ഥി അബ്ദുൽ വാഹിദ് VP NIT മേഘാലയയിലാണ് അഡ്മിഷൻ നേടിയിരിക്കുന്നത്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അടുത്ത വിദ്യാർത്ഥി ലെന നജാഷ് K NIT ജംഷഡ്പൂരിലാണ് അഡ്മിഷൻ നേടിയിരിക്കുന്നത്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അടുത്തത് ആര്യ V മംഗളം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മണിപ്പൂരിലാണ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അടുത്ത വിദ്യാർത്ഥിയുടെ പേര് സൽമാൻ ഷിയാസ് NIT ശ്രീനഗറിലാണ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിനാണ് അഡ്മിഷൻ നേടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ രാജ്യത്തെ വിവിധ NIT-കളിൽ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ പരിശീലനത്തിലൂടെ ഈ വർഷം അഡ്മിഷൻ സാധ്യമാക്കിയ വിദ്യാർത്ഥികൾ. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ രാജ്യത്തെ വിവിധ IIIT-കളിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളെയാണ്. സോ നമുക്ക് ആ വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.
എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.